ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. സ്മാർട്ട് ഫോൺ യൂസേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാണ് BBK ഇലക്ട്രോണിക്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവോ എന്നത്. വിവോനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഓപ്പോ, അതുപോലെ തന്നെ ഷവോമി, സാംസങ്, റിയൽമി, OnePlus തുടങ്ങി നിരവധി ബ്രാൻഡുകളെ പോലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് വിവോ. എന്നാൽ യൂസേഴ്സിന്റെ ഇടയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ഒരു പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ വിവോ. ഈ ഒരു മോഡലിന്റെ പേരാണ് വിവോ Y9s എന്നത്. അതായത് നേരത്തെ റഷ്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന വിവോ വിവോ V17 എന്ന് പറഞ്ഞ ആ ഒരു മോഡലിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടാണ് ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത്. സോ നമുക്ക് അതിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6.38 ഇഞ്ചസ് ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. Android 9 Pie ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിവോയുടെ തന്നെ കസ്റ്റം OS ആയ FunTouch OS 9 ആണ് ഇതിൽ വരുന്നത്. Qualcomm Snapdragon 665 ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാകോർ പ്രോസസ്സർ ആണ്. കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. 8GB RAM, 128GB ആണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. ഈ ഫോണിന് ക്വാഡ് ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. 48 മെഗാ പിക്സലിന്റെ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിന്റെ തന്നെ 2 ക്യാമറയാണ് വേറെ വരുന്നത്. 32 മെഗാ പിക്സലിന്റെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. USB Type-C ആണ് പോർട്ട് വരുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസർ അവൈലബിൾ ആണ്. ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി പറയുന്നത് 4500 mAh ആണ്. ഈ ഒരു ഫോണിന്റെ എക്സ്പെക്ടഡ് പ്രൈസ് 20,400 rupees ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള വിവോ V17 എന്ന് പറഞ്ഞ മോഡലിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം V17 എന്ന് പറഞ്ഞ ആ ഒരു ഫോണിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് അതിനുശേഷമേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുൻപ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.